നമസ്കാരം. ഇന്ത്യയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാറിനെതിരെയുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളിൽ സുപ്രീം കോടതി ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഹർജികളും സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം നൽകാനായിട്ട് ഇപ്പോൾ തീരുമാനിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു വഴിത്തിരിവായി തന്നെ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ ബിജെപിയെ സംബന്ധിച്ച് അവർക്ക് ഇത്രയധികം കനത്ത പ്രഹരം നൽകുന്ന ഒരു സുപ്രീം കോടതി വിധി അത് ഈ കാലയളവിൽ പ്രത്യേകിച്ചും ഈ ദശാബ്ദത്തിലൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. 2014 മുതൽ നരേന്ദ്രമോദിയുടെ ഭരണാധിപത്യം എല്ലാ മേഖലകളിലും വലിയ തോതിൽ കൃത്യമായി പ്രതിഫലിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഒടുവിൽ ഇപ്പോൾ 3ാം തവണ തൂങ്ങിയാടി മോദി അധികാരത്തിലെത്തിയതിൽ അതിൽ പോലും വലിയ രീതിയിലുള്ള കള്ളത്തരങ്ങളുണ്ട് എന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾ അത് വിശ്വസിക്കാനും അതുപോലെ തന്നെ ആ തെളിവുകളൊക്കെ തന്നെ കൃത്യമായി സ്വീകരിക്കാനും സുപ്രീം കോടതി ഇപ്പോൾ തയ്യാറാവുകയാണ്. ഇതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ആകെ പെട്ടിരിക്കുകയാണ്. മഹാരാഷ്ട്ര, ഹരിയാന എന്നീ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ കള്ളക്കണക്കുകൾ അവ എല്ലാ രീതിയിലും സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള സാവകാശം കൂടി ഇവിടെ ഇപ്പോൾ ലഭിക്കുമ്പോൾ അത് ഏറ്റവും വലിയ തിരിച്ചടിയായിട്ട് ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ച് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ചുരുക്കം പറഞ്ഞാൽ ഇപ്പോൾ അധികാരത്തിൽ നിന്നും പടിയിറങ്ങാനായിട്ട് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കുന്നു എന്ന് പറയാതെ വയ്യ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഗതികെട്ട അവസ്ഥയാണ് ഇതിലൂടെ ഇപ്പോൾ പ്രതിഫലിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കോഴ വാങ്ങി എന്നുള്ള ആരോപണം രാജീവ് കുമാർ ശക്തമായി ഇപ്പോൾ നേരിടുകയാണ്. 2 ഘട്ടങ്ങളിലായി, അതും ഒന്ന് BJPക്ക് അനുകൂലമായി തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ മറ്റൊന്നാകട്ടെ BJPയുടെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് അത് ഏതൊക്കെ മാസങ്ങളിൽ നടത്തണം എന്നുള്ളതും അതുപോലെ തന്നെ ഏതൊക്കെ സംസ്ഥാനങ്ങൾ ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോകണമെന്നുള്ളതുമാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. അതിനകത്ത് ജാർഖണ്ഡും അതുപോലെ മഹാരാഷ്ട്രയും ഒരു ഘട്ടത്തിൽ മറ്റൊരു ഘട്ടമായി നേരത്തെ ആദ്യ പാദത്തിൽ ഹരിയാനയും ജമ്മു ആൻഡ് കാശ്മീരും പോകുന്നതായിരുന്നു. ഇതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ BJPയുടെ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ സർവത്ര തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതുമാത്രവുമല്ല, ഏറ്റവും ഗുരുതരം എന്നത് ഈ ഘട്ടം ഘട്ടമായി മഹാരാഷ്ട്ര നടത്തേണ്ട തെരഞ്ഞെടുപ്പ് ആ സാഹചര്യത്തെ മറികടന്നുകൊണ്ട് അത് ഒറ്റഘട്ടമായി 288 സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തിയതും പോളിംഗ് ദിവസം വൈകുന്നേരം 6 മണിക്ക് ശേഷം എങ്ങനെ അനിയന്ത്രിതമായി 7.25% പോളിംഗ് രേഖപ്പെടുത്തി എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ കാണാനായില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെ കൃത്യമായി ഫയലിൽ കൊടുക്കേണ്ടതാണ്. എന്നാൽ അതെല്ലാം തന്നെ മുക്കിയിരിക്കുകയാണ്. 1961 തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളെ ഭേദഗതി ചെയ്തുകൊണ്ട് ചട്ടം നിലവിൽ വന്ന വർഷം 1961 മുതൽ ഇങ്ങോട്ട് 2024 തുടക്കം വരെയുള്ള സാഹചര്യങ്ങളെ പറ്റിയുള്ള വിലയിരുത്തൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് ഇപ്പോൾ വരികയാണ്. അതായത് കോടികൾ രാജീവ് കുമാർ എന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയിൽ നിന്നും കൈക്കൂലി വാങ്ങിയതായിട്ട് കോൺഗ്രസ് ആരോപിക്കുകയാണ്. ഇത് ചെറിയൊരു ആരോപണമല്ല. കാരണം കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ജയറാം രമേശിൻ്റെ ഈ ഗുരുതരമായിട്ടുള്ള ആരോപണത്തെ അതിനെ തള്ളിക്കളയാനോ അല്ലെങ്കിൽ അതിനെ പ്രതികരിക്കാനോ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാനോ തയ്യാറാകുമോ രാജീവ് കുമാർ എന്ന ചോദ്യം ഇപ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ടതായിട്ട് അവശേഷിക്കുകയാണ്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്ര കോടിയാണ് കൈക്കൂലി വാങ്ങിയത് എന്ന രാഹുൽ ഗാന്ധിയുടെ ആ ഒരു ചോദ്യം ഇവിടെ വളരെ പ്രസക്തമായി തന്നെ ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ ബെഞ്ചിൻ്റെ മുമ്പാകെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ തട്ടിപ്പുകൾ നടത്തിയാലും അതൊക്കെ എത്ര നാൾ മറച്ചു വെച്ചാലും ഒരു നാൾ ഈ സത്യം പുറത്തു വരും എന്നത് ഇവിടെ ഉറപ്പായിരിക്കുകയാണ്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.